അയ്യോ രാജു, ദാ, വെള്ളം കുടിക്കേ. മതി മേഡം. മേഡം കഴിക്കേ. മേഡം വേണ്ട മേഡം. ഹലോ, രാജുവേട്ടന് ആക്സിഡന്റ് ആയെന്ന് ഞാൻ അറിഞ്ഞു. രാജുവേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട്? രാജുവേട്ടന് ഓക്കെ അല്ലേ? ആ, ഞാനിപ്പോ ഓക്കെ ആയി വരുന്നുണ്ട് ദിവ്യ. ആശുപത്രിയില് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. രാജുവേട്ടനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ കോൾ അറ്റൻഡ് ചെയ്തത് ഋതിക മാഡം ആയിരുന്നു. ആ DNA റിപ്പോർട്ട് എനിക്ക് വർമ്മ സാറിനെ കാണിക്കാൻ പറ്റിയില്ല. ദിവ്യക്ക് അക്കാര്യത്തിൽ എന്നോട് വിരോധമൊന്നും. രാജുവേട്ടൻ എന്തായി പറയുന്നേ? വർമ്മ സാറിനെ കാണാൻ പോകുന്ന വഴിക്കല്ലേ രാജുവേട്ടന് ആക്സിഡന്റ് ഉണ്ടായത്? രാജുവേട്ടന് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാം ദൈവത്തിന്റെ കൃപ. ദീപക്കാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനും തെളിയിച്ച് അവന്റെ ഭാര്യയായി ജീവിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാജുവേട്ടൻ അറിയാലോ. വർമ്മ സാറിന് പകരം അവനെ പോലൊരു കൊള്ളരുതാത്തവൻ സ്ഥാനാർത്ഥിയായി വരാൻ പാടില്ല എന്ന് ഓർത്തു മാത്രം ഞാൻ ആ DNA ടെസ്റ്റിന് തയ്യാറായത്. രാജുവേട്ടനിപ്പോ നല്ല റെസ്റ്റ് എടുക്കേണ്ട ടൈമാ. രാജുവേട്ടൻ കൂടുതലൊന്നും ആലോചിക്കണ്ട. രാജുവേട്ടൻ സമാധാനമായിട്ടിരിക്കെ. ശരി ദിവ്യ. എല്ലാത്തിനുള്ള തെളിവ് നിന്റെ കയ്യിലില്ലേ? അത് പ്രയോഗിക്കാൻ സമയമായി. ആ വീഡിയോ എങ്കിൽ ഞാനിവിടെ ഇപ്പൊ തന്നെ അമ്മാവൻ അയച്ചു കൊടുക്കട്ടെ അമ്മേ. ധൃതി വയ്ക്കാതിട മോനെ, സമാധാനപ്പെട്. പ്രതാപൻ നാളെ ഡൽഹിയിൽ നിന്ന് ഇങ്ങ് എത്തില്ലേ? രാജു പ്രതാപനെ കാണാൻ ഇങ്ങോട്ട് വരികയും ചെയ്യും. നിന്റെ കയ്യിലെ ആ വീഡിയോ പ്രതാപൻ കാണുന്ന അടുത്ത സെക്കൻഡിൽ രാജുവും ഋതികയും അവന്റെ മുന്നിൽ വേണം. എങ്കിലേ അവന് ഭ്രാന്തിളകൂ. നിയന്ത്രണം നഷ്ടമായ പ്രതാപനെ പിന്നെ പിടിച്ചാ കിട്ടില്ല. പ്രത്യേകിച്ച് വിശ്വാസവഞ്ചന കാണിക്കുന്നവരോട്. അത് മതിയമ്മേ. അമ്മാവൻ രാജുവിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വീടിന്റെ ഗേറ്റിന് പുറത്ത് അവനെ കാത്തു നിൽക്കുന്നതേ എന്റെ ആളുകളായിരിക്കും. വീണ്ടും എണീറ്റ് വരാനാകാത്ത വിധം ചതച്ചേക്കണം. അത് ഞാൻ ഏറ്റമ്മേ. എടാ രാജു, വാടാ മോനെ, നീ വാ. ഹൃദയ മാഡം, മതി. എനിക്ക് വല്ലാത്ത ക്ഷീണം. നമുക്ക് തിരിച്ചു പോവാം. തീരെ വയ്യെങ്കിൽ കുറച്ചു നേരം നിന്ന് റിലാക്സ് ചെയ്തോ രാജു. പക്ഷെ ഇനിയും 1 കിലോമീറ്റർ എങ്കിലും മുന്നോട്ട് നടന്നിട്ടേ തിരിച്ചു പോകാൻ പറ്റൂ. ഈ ക്ഷീണമൊക്കെ രാജു കഴിക്കുന്ന മെഡിസിന്റെയാ. ശരി, എങ്കി വാ, നമുക്ക് നടക്കാം. റെസ്റ്റ് എടുക്കണ്ടേ? ഒന്ന് നിന്നപ്പോ ആ കിതപ്പൊക്കെ അങ്ങ് മാറി. ഈ നടത്തം കഴിഞ്ഞിട്ടേ വർമ്മ സാറ് ഡൽഹിയിൽ നിന്ന് വരുന്നതിന് മുൻപ് എനിക്ക് ഹൃദയ മാഡത്തിന്റെ വീട്ടിലെത്താനുള്ളതാ. രാജുവിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? കുറച്ചു ദിവസം കൂടി രാജുവിന് റെസ്റ്റ് എടുത്തൂടെ? എന്നിട്ട് പോരെ ഇലക്ഷൻ വർക്കൊക്കെ? ഞാൻ വേണമെങ്കിൽ അച്ഛനോട് സംസാരിക്കാം. ഋതിക മാഡം എന്തൊക്കെയാ പറയുന്നേ? ദേ, ഞാൻ ഓക്കെയാ, പൂർണ്ണ ആരോഗ്യവാനാ. ഈ ഇലക്ഷൻ കാലം എന്ന് പറഞ്ഞാലേ വർമ്മ സാറിന് നിന്ന് തിരിയാൻ സമയം കാണില്ല. പോരാത്തതിന് ഈ സമയത്തായിരിക്കും വർമ്മ സാറിനോട് വൈരാഗ്യമുള്ളവരുടെയൊക്കെ പക വീട്ടലും.
അപ്പോ ഞാൻ കൂടെ ഇല്ലാതെ എങ്ങനെയാ മാഡം? ശരി മാഡം വാ, 1 കിലോമീറ്റർ കൂടി നമ്മൾ മുന്നോട്ട് നടക്കുന്നു. വാ. എന്റെ അംബിക മേഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ പൊന്ന അംബിക മേഡം, സോറി. അറിയാലോ, എന്റെ അമ്മാവനുണ്ട് വീട്ടിൽ. എന്നെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അല്ല, അംബിക മേഡം എന്താ വിളിച്ചത്? പല കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് കുറെ പയറ്റിയതല്ലേ. ആ ശ്രമങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുമ്പോ അതിന്റെ സന്തോഷം പങ്കിടാൻ നീയും വേണോന്ന് തോന്നി. അംബിക മേഡം കാര്യം എന്താണെന്ന് പറയും. നീ ഉടനെ ഇവിടേക്ക് വരണം. രാജുവിന്റെയും ഋതികയുടെയും വിവാഹം നടന്നിട്ടില്ല എന്ന് പ്രതാപനെ ഞാൻ ബോധ്യപ്പെടുത്താൻ പോകുന്ന ദിവസമാ ഇന്ന്. എങ്ങനെ? എല്ലാത്തിനും തെളിവായി എന്റെ കയ്യിലൊരു വീഡിയോ ഉണ്ട്. തൽക്കാലം നീ അത്രയും അറിഞ്ഞാ മതി. യജമാനന്റെ കൂടെ വീണ്ടും വിശ്വസ്തനായി ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന അവനെ വേണ്ട, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അത് നിനക്ക് ചിലപ്പോ വിഷമാവും.